ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 വിഭവങ്ങളാണ് കാണിച്ചത്. അത് ഓവനിലും ഫ്രൈ പാനിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം 1 കപ്പ് വെള്ളം, 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂണ് ഖമീർ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് എണ്ണ, കുക്കിംഗ് ഓയിൽ, 3 കപ്പ് മൈദ. ഇത് നല്ലവണ്ണം നല്ല കൈ കൊണ്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ നല്ല ശരിക്കൊന്ന് കുഴക്കുക. അത് ഇതുപോലെ ഏകദേശം സോഫ്റ്റ് ആകുന്നവരെ കുഴക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുക. എപ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് നമ്മൾ അല്ലൂമി ചീസ് ഇവിടെ നല്ല ഇതുപോലത്തെ ഒരു ഇതിൽ നല്ല ശരിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മളൊരു തക്കാളിൻ്റെ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഒഴിവാക്കുക. इसके बीच में से निकाल के फेंकने का. അതുപോലെ ക്യാപ്സിക്കം. അപ്പം നമ്മുടെ ഉള്ളിയും നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കനും ഇതുപോലെ ഒരു ത്രികോണാകൃതിയിൽ നല്ല ചെറുതായി വെട്ടുക. അപ്പം നമ്മളിവിടെ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കനും, 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ഒലിവ് റൗണ്ടായി വെട്ടിയത്, അതേപോലെ തന്നെ ബ്ലാക്ക് ഒലിവ് റൗണ്ടായി വെട്ടിയതും കൂടി നമ്മളിവിടെ റെഡിയാക്കിയിരുന്നു. അതിന് നമുക്ക് മാവിനെ നമുക്കൊരു 6 ബോളായി പിടിച്ചിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കുറച്ചൊരു താവയിൽ കുറച്ച് മൈദ തടവിയിട്ട് ഇതുപോലെ നമുക്കൊരു സാധാരണ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. ഇതുപോലെ 3 സാധനം പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ കൊണ്ട് നമ്മളൊന്ന് അതിന് ഒഴിക്കുക. ഇത് എന്തിനാണ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വേവാനോ ഉള്ളു ഭാഗങ്ങളിലൊന്നും പച്ചയായിട്ട് നിൽക്കാതിരിക്കാനാണ്. അത് നമുക്കൊരു ഫോർക്ക് കൊണ്ടും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് നമ്മൾ നല്ല ഫ്രൈ പാനിലിട്ടതിന് ശേഷം ഫ്രൈ പാനിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഹീറ്റായിട്ട് വെച്ചിരിക്കുന്ന ഓവനാണ്. അത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് അടിവശവും 10 മിനിറ്റ് മുകൾവശമായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എൻ്റെ 2 ഭാഗവും ചൂടാകുന്നതുകൊണ്ട് ഒരടിക്ക് തന്നെ ഞാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ജെയ്ത്തെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 എണ്ണത്തിലേക്ക് ജെയ്ത്തെണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ 2 എണ്ണത്തിലേക്ക് നമ്മൾ സാത്തറാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലൂമി ചീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഓവനിലൊന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ചീസ് ഒന്ന് ഉരുകിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്കെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് വെറും ചീസ് ഇട്ടതാണ്. ആദ്യം ഇട്ടത് ജാഫ്രാൻ ചീസാണ്. ചെറുത് ഏകദേശം ഈ തിക്ക് വേണം. അതായത് ഈ കാണുന്ന ഒരു തിക്ക് നമ്മുടെ. അതിനുശേഷം ഒന്ന് റോളർ ഇട്ടിട്ട് ഒന്ന് ഓക്കെ. നമ്മൾ ആ വേവിച്ച സാധനം ഇതുപോലെ ഒരു ഹാഫ് വേവാകുന്ന സമയത്ത് നമ്മളിലേക്ക് കുറച്ച് പിസ്സ സോസ് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ക്രീം പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലീവ്, ഈ നമ്മൾ ആദ്യം വെട്ടി വെച്ച എല്ലാ സാധനങ്ങളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കുറച്ച് ഒറിഗാനോ ഇട്ട് കുറച്ച് നല്ല മുതിരുള്ള ചീസ്, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ പിസ്സയുടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇതും 4 കഷ്ണമായിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, ചീസൊക്കെ നല്ല ശരിക്കും ഉരുകി നല്ല ശരിക്കും വലിഞ്ഞ് വരുന്ന ചീസൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.